ഇത് 2022 ഇറങ്ങിയ സാംസങ്ങിൻ്റെ S22 Plus എന്ന മൊബൈൽ ഫോണാണ്. ഇതിനെ നമുക്കൊരു കമ്പ്യൂട്ടറാക്കി മാറ്റിയാലോ? ഇത് നിങ്ങൾ കാണുന്ന ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ CPU, GPU, മദർ ബോർഡ്, മെമ്മറി എന്നിവയെല്ലാം ഈ S22 Plus ഫോണിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ മോണിറ്ററും മൗസും കീബോർഡും പിന്നെ ഒരു സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് സാധാരണ PC അല്ലെങ്കിൽ ആപ്പിൾ മാക്കിലെ പോലെ ഇമെയിൽ അയക്കാനും ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കാനും ഫോട്ടോയും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും ഒക്കെ പറ്റും. ഇതിൻ്റെ സീക്രട്ട് സാംസങ് മാത്രം തരുന്ന ഡെക്സ് എന്ന ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ടാബ്ലറ്റുകളിലും മാത്രമേ ഈ ഫീച്ചറുള്ളൂ. പലർക്കും അറിഞ്ഞുകൂടാത്ത എന്നാൽ വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് സാംസങ് ഡെക്സ്. ഞാൻ വർഷങ്ങളായി സാംസങ് ഫോൺ വാങ്ങുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. പവർഫുള്ളായ ടെക്സ്റ്റ് ഫീച്ചർ ഉപയോഗിച്ച് സാംസങ് ഫോണിനെ ഒരു ഗംഭീര കമ്പ്യൂട്ടറാക്കി മാറ്റി അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിക്കാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ ഡെക്സിൻ്റെ ഉപയോഗം മാത്രമല്ല മൊബൈൽ കണക്ട് ചെയ്യുന്ന മറ്റ് പലതരം ഗാഡ്ജറ്റുകളും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി നമുക്ക് S22 Plus ഫോണിനെ ഒരു സ്റ്റാൻഡിൽ വെച്ച് അതിലേക്ക് ഒരു കമ്പ്യൂട്ടർ മോണിറ്റർ കണക്ട് ചെയ്യാം. USB-C പോർട്ടുള്ള മോണിറ്റർ ആണെങ്കിൽ നേരിട്ട് USB-C കേബിളിൽ ഫോണും മോണിറ്ററും കണക്ട് ചെയ്യാം. എന്നാൽ പല മോണിറ്ററിലും HDMI പോർട്ടും ഡിസ്പ്ലേ പോർട്ടും മാത്രമേ ഉള്ളൂ. എൻ്റേത് സാംസങ്ങിൻ്റെ G4 മോണിറ്ററാണ്. ഇതിൽ USB-C ഇല്ല, HDMI ഉണ്ട്. HDMI മോണിറ്റർ കണക്ട് ചെയ്യാൻ ഇതുപോലത്തെ ഒരു USB-C to HDMI അഡാപ്റ്റർ വാങ്ങുക. ഇതിന് ഏകദേശം 500 രൂപയാണ് വില. പലതരം മോഡലുകൾ മാർക്കറ്റിലുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഗാഡ്ജറ്റുകളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ അഡാപ്റ്റർ ഫോണിലെ USB-Cയിൽ കണക്ട് ചെയ്ത് ഇതിൻ്റെ HDMI പോർട്ടിൽ മോണിറ്ററിൻ്റെ HDMI കേബിൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഫോണിലെ അതേ സ്ക്രീൻ നിങ്ങൾക്ക് മോണിറ്ററിലും കാണാം. ഇതിനെ സ്ക്രീൻ മിററിംഗ് എന്നാണ് പറയുന്നത്. ഫോണിൽ എന്ത് ചെയ്താലും അത് തന്നെ മോണിറ്ററിലും കാണാം. ഇനി നമുക്ക് ഡെക്സ് ഒന്ന് ഓൺ ചെയ്യാം. ഫോണിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് ക്വിക്ക് സെറ്റിംഗ് പാനൽ എടുക്കുക. അതിലെ ഡെക്സ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെക്സ് സ്റ്റാർട്ട് ആവുകയും മിറർ സ്ക്രീൻ മാറി ഒരു ഡെസ്ക്ടോപ്പ് സ്ക്രീൻ മോണിറ്ററിൽ വരികയും ചെയ്യും. ഈ ഡെസ്ക്ടോപ്പിന് വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും ഒക്കെ അതേ ഫീലാണ്. ഇപ്പോൾ ഈ ഫോൺ 2 സ്ക്രീൻ പ്രവർത്തിപ്പിക്കുന്നു. ഒന്ന് ഫോണിലും മറ്റേത് മോണിറ്ററിലും. ഇപ്പോൾ ഫോണിലെ ടച്ച് സ്ക്രീൻ ഫോണിൽ മാത്രമേ വർക്ക് ചെയ്യൂ. നിങ്ങളുടെ മോണിറ്റർ USB-C ഉള്ള ടച്ച് സ്ക്രീൻ മോഡലാണെങ്കിൽ ടച്ച് ചെയ്ത് ഈ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ പ്രവർത്തിപ്പിക്കാം. വ്യൂസോണിക്കും ഏസുസും ഒക്കെ USB-C ഉള്ള ടച്ച് സ്ക്രീൻ മോണിറ്റർ ഇറക്കുന്നുണ്ട്. ഈ സാംസങ് G4 ഒരു ടച്ച് സ്ക്രീൻ മോണിറ്റർ അല്ല, എന്നാൽ ഫോൺ ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അതിന് ഡെക്സ് മോഡലിലുള്ള ഫോണിന്റെ ഇടതുവശത്ത് ഏറ്റവും താഴെയുള്ള ബട്ടൺ ഞെക്കുക. അപ്പോൾ ഫോൺ ഒരു ടച്ച് പാഡായി മാറും. ഇതിൽ വിരലൊടിച്ച് മോണിറ്ററിലെ കഴ്സർ നമുക്ക് കൺട്രോൾ ചെയ്യാം. മോണിറ്ററുടെ സ്ക്രീനിൽ നിന്ന് ആൻഡ്രോയിഡ് സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുക. അതിൽ ആദ്യം കാണുന്നത് ഡെക്സ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് അതിനകത്തെ ആദ്യത്തെ ഓപ്ഷനായ ഓട്ടോ സ്റ്റാർട്ട് വെൻ HDMI ഈസ് കണക്റ്റഡ് ഓൺ ആക്കുക. ഇങ്ങനെ ചെയ്താൽ അടുത്ത തവണ ഫോൺ മോണിറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ ഡെക്സ് തനിയെ ഓൺ ആകും. ടൈപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ സാധാരണ കീബോർഡ് ഫോണിലാണ് കാണുക. ഇത് മോണിറ്ററിലാക്കാൻ ഡെക്സ് സെറ്റിംഗ്സ് എടുത്ത് കീബോർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കീബോർഡ് ലൊക്കേഷൻ മോണിറ്ററാക്കി മാറ്റുക. ഈ മോണിറ്ററിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. 4K വീഡിയോ ഒക്കെ പുഷ്പം പോലെ ഇതിൽ ഓടും. ഇപ്പം നമ്മൾ സൗണ്ട് കേൾക്കുന്നത് മൊബൈലിൽ നിന്നാണ്. നിങ്ങളുടെ മോണിറ്ററിൽ നല്ല സ്പീക്കർ ഉണ്ടെങ്കിൽ സൗണ്ട് അതിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുവേണ്ടി ഡെക്സ് സെറ്റിംഗ്സിൽ പോയി സെറ്റ് ഡീഫോൾട്ട് ഓഡിയോ ഔട്ട്പുട്ട് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുക. എന്നിട്ട് ഡെക്സ് റീസ്റ്റാർട്ട് ചെയ്യുക. ഈ G4 മോണിറ്ററിൽ സ്പീക്കർ ഇല്ലെങ്കിലും 3.5mm ഓഡിയോ ഔട്ട്പുട്ട് പോർട്ടുണ്ട്. അതിൽ ഈ AKG K52 ഹെഡ്ഫോൺ കണക്ട് ചെയ്താണ് ഞാൻ പലപ്പോഴും വീഡിയോയും പോഡ്കാസ്റ്റും ഒക്കെ കാണാറ്. ഇപ്പോൾ സൗണ്ട് HDMI വഴി മോണിറ്ററിലെത്തി ഓഡിയോ ജാക്ക് വഴി ഈ ഹെഡ്ഫോണിലെത്തുന്നു. ഇതിന് പകരം വേണമെങ്കിൽ 3.5mm ഉള്ള വയർഡ് സ്പീക്കറുകളും ഉപയോഗിക്കാം. നല്ല ബേസ് ഒക്കെ സഹിതം മ്യൂസിക് കേൾക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഈ സോണിയുടെ ULT Field 1 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് ഉപയോഗിക്കാൻ ആദ്യം ഇതിനെ ബ്ലൂടൂത്ത് പെയറിംഗ് മോഡിലാക്കുക. എന്നിട്ട് ഫോണിലെ ആൻഡ്രോയിഡ് സെറ്റിംഗ്സിൽ പോയി കണക്ഷൻസ് ക്ലിക്ക് ചെയ്ത് അതിലെ ബ്ലൂടൂത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്കാൻ ചെയ്ത് ബ്ലൂടൂത്ത് സ്പീക്കർ പെയർ ചെയ്യുക. സൗണ്ട് അതിലേക്ക് മാറ്റാൻ ഡെസ്ക്ടോപ്പിൽ താഴെ വലതുവശത്തുള്ള സ്പീക്കർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിലുള്ള ചേഞ്ച് ഓഡിയോ ഔട്ട്പുട്ട് മെനു ക്ലിക്ക് ചെയ്ത് സൗണ്ട് ഏത് വഴി പ്ലേ ചെയ്യണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം. ഫോണിലോ HDMI ഔട്ട്പുട്ട് വഴിയോ ബ്ലൂടൂത്ത് സ്പീക്കർ വഴിയോ സൗണ്ട് കേൾക്കാം. സോണി ULT Field 1ൻ്റെ ബേസ് ഒരു സംഭവം തന്നെയാണ്. ഇനി നമുക്ക് മൗസും കീബോർഡും കൂടെ ചേർത്ത് ഇതിനെ ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റാം. ആദ്യം നമുക്ക് വയറുകളൊന്നും വേണ്ടാത്ത ബ്ലൂടൂത്ത് മൗസും കീബോർഡും ഡെക്സിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് ഭാരവും പൊക്കവും കുറഞ്ഞ ലോജിടെക്കിൻ്റെ പെബിൾ മൗസ് 2 M350S എന്ന ബ്ലൂടൂത്ത് വയർലെസ് മൗസാണ്. ശബ്ദം കുറവുള്ളതും കൊണ്ടുകിടക്കാൻ എളുപ്പമായ ഈ മോഡലിന് ഏകദേശം 1500 രൂപയാണ് വില. ഈ കൊച്ചു കീബോർഡ് റാപ്പുവിൻ്റെ K8000M എന്ന ബ്ലൂടൂത്തും വയർലെസ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ലാപ്ടോപ്പിൻ്റെ കീബോർഡ് സൈസിലുള്ള ഒരു ശബ്ദം കുറഞ്ഞ മോഡലായ ഇതിന് ഏകദേശം 1200 രൂപയാണ് വില. ഓരോ സമയം 3 കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ഈ 2 മോഡലുകൾ നമുക്ക് മാറി മാറി കണക്ട് ചെയ്യാൻ പറ്റും. മൗസിൽ അതിനൊരു പ്രത്യേക സ്വിച്ച് തന്നെ ഉണ്ട്. നേരത്തെ ഞാൻ സ്പീക്കർ കണക്ട് ചെയ്തതുപോലെ ഇത് രണ്ടും പെയറിംഗ് മോഡിലാക്കി S22 ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുക. S22ൽ ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഒരേ സമയം 7 ഡിവൈസ് വരെ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോണൊന്നും തൊടേണ്ട കാര്യമില്ല.
ഡെക്സിൽ വിൻഡോസിലെ പോലെ താഴെ ഒരു ടാസ്ക് ബാർ ഉണ്ട്. ഇടതുവശത്ത് 4 മെനു ഉണ്ട്. ആദ്യത്തെ ആപ്സ് മെനു മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനുകളും കാണിക്കുന്നു. ഫൈൻഡർ ഉപയോഗിച്ച് നമുക്ക് ഫോണിൽ സെർച്ച് ചെയ്യാം. റീസൺസ് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യാം. ഹോം മെനു എല്ലാ ആപ്പും ചെറുതാക്കി നമ്മൾ ഡെസ്ക്ടോപ്പ് വീണ്ടും കാണിക്കും. ഡെക്സ് മൾട്ടി ടാസ്കിങ്ങിന് ബെസ്റ്റാണ്. ടാസ്ക് ബാറിൽ നടുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റാണുള്ളത്. അപ്പോൾ എത്ര വേണമെങ്കിലും ഓടിക്കാമെങ്കിലും ഒരേ സമയം 5 വിൻഡോകൾ മാത്രമേ സ്ക്രീനിൽ കാണിക്കുള്ളൂ. 6ാമത് ഒരെണ്ണം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ സ്ക്രീനിലുള്ള ഒരെണ്ണം ക്ലോസ് ആകും. താഴെ വലതുവശത്ത് കീബോർഡ് കാണിക്കാനും സ്ക്രീൻഷോട്ട് എടുക്കാനും ഓഡിയോ ലെവലും ഔട്ട്പുട്ടും കൺട്രോൾ ചെയ്യാനും ഫോൺ നോട്ടിഫിക്കേഷൻ കാണാനും ക്വിക്ക് സെറ്റിംഗ്സ് എടുക്കാനുള്ള മെനു ഓപ്ഷനുകളുണ്ട്. ക്വിക്ക് സെറ്റിംഗിലെ ഓപ്ഷൻ ഉപയോഗിച്ച് സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് മോഡ് ആക്കാം. ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വാൾപേപ്പർ നമുക്ക് മാറ്റാം. പിന്നെ സ്ക്രീൻ വേണമെങ്കിൽ 3 ലെവലിൽ സൂമും ചെയ്യാം. സ്ക്രീനിന്റെ റെസൊല്യൂഷൻ, ഫോൺ സൈസ് എന്നിവ ഡെക്സ് സെറ്റിംഗ്സ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഡെക്സ് സെറ്റിംഗ്സിലെ മൗസ് ആൻഡ് ട്രാക്ക് പാഡ് ഓപ്ഷൻ എടുത്ത് മോർ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്ററിന്റെ സൈസും കളറും ഒക്കെ നമുക്ക് മാറ്റാം. ഇനി ഫോണിനെ ഒരു എക്സ്റ്റെൻഡഡ് മോണിറ്റർ ആക്കണമെങ്കിൽ മൗസ് ആൻഡ് ട്രാക്ക് പാഡ് ഓപ്ഷനിലെ ഫ്ലോ പോയിന്റർ ടു ഫോൺ സ്ക്രീൻ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കഴ്സർ മോണിറ്ററിൽ നിന്ന് മൊബൈലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. മൊബൈലിലെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനും പറ്റും. വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് ഡെക്സ് ഉപയോഗിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിലെ കീബോർഡ് ഷോർട്ട് കട്ടുകൾ പോലും വിൻഡോസിലെ പോലെയാണ്. കീബോർഡ് ഷോർട്ട് കട്ടുകൾ കാണാൻ വിൻഡോസ് കീയും / ഒരുമിച്ച് ഞെക്കുക. വിൻഡോസിലെ പോലെ ആപ്ലിക്കേഷൻ സ്വിച്ച് ചെയ്യാൻ ആൾ ടാബും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് Alt F4ഉം കോപ്പി പേസ്റ്റ് ചെയ്യാൻ Ctrl+C Ctrl+V ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോൺ ലോക്ക് ചെയ്താൽ ഡെക്സ് ലോക്ക് ആകില്ല എന്നതാണ്. അതിന് ഡെസ്ക്ടോപ്പിൽ ലോക്ക് ഡെക്സ് എന്ന മെനു ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള മൗസോ കീബോർഡോ ഒരെണ്ണം വയേർഡ് USB മോഡലാണെങ്കിൽ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് ഈ ബ്ലൂടൂത്ത് M355S പകരം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ലോജിടെക്കിന്റെ G402 എന്ന വയേർഡ് USB മൗസാണ്. ഏകദേശം 2000 രൂപ വിലയുള്ള ഇത് ഒരു സൂപ്പർ ഗെയിമിംഗ് മൗസാണ്. ഒരു USB വയർഡ് ഡിവൈസ് മൊബൈലിൽ ഡെക്സിന്റെ കൂടെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആമസോൺ ബേസിക്സിന്റെ ഈ 3-in-1 USB ഹബ്ബ് വേണമെങ്കിൽ വാങ്ങാം. ഏകദേശ വില 800 രൂപ. ഇതിലൊരു HDMI ഔട്ട്പുട്ട്, ഒരു USB-A ഔട്ട്പുട്ട്, പിന്നെ ഒരു USB-C ചാർജിങ് ഇൻപുട്ടുമാണുള്ളത്. USB-യിൽ മൗസും HDMI മോണിറ്ററും കണക്ട് ചെയ്യുക. USB-Cയിൽ കേബിൾ ഉപയോഗിച്ച് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുക. അപ്പോൾ ഡെക്സ് ഉപയോഗിക്കുമ്പോൾ ഫോൺ ചാർജ് ആവുകയും ചെയ്യും. ഫോൺ ചാർജ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഡെക്സ് ഫുൾ പവറിൽ ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ ചാർജ് പെട്ടെന്ന് കുറയും. അതുപോലെ ഡെക്സ് കുറേ നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ ചൂടാകും. അതുകൊണ്ട് ഞാൻ സാധാരണ ഡെക്സ് ഉപയോഗിക്കുമ്പോൾ കവർ ഇടാറില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്ലൂടൂത്ത് കീബോർഡ് മാറ്റി വയർഡ് USB കീബോർഡ് ആക്കിയാലോ? ഇതെൻ്റെ പ്രിയപ്പെട്ട HP-യുടെ GK400Y എന്ന ഗെയിമിംഗ് കീബോർഡാണ്. ഏകദേശം 2000 രൂപ വിലയുള്ള ഇതിൻ്റെ ഡിസൈനും RGB ലൈറ്റിങ്ങും എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു USB പോർട്ട് മാത്രമുള്ള ഈ ആമസോൺ ബേസിക്സിൻ്റെ ഹബ്ബിൽ മൗസും കീബോർഡും രണ്ടും ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് കൂടുതൽ പോർട്ടുള്ള USB ഹബ്ബ് വേണം. ഇത് ഹണിവെല്ലിൻ്റെ ഏകദേശം 2000 രൂപ വിലയുള്ള ഒരു 7-in-1 USB ഹബ്ബാണ്. ഇതിൽ 3 USB പോർട്ടും HDMI പോർട്ടും USB-C ചാർജിംഗ് പോർട്ടും പിന്നെ അതിന് പുറമെ ഒരു മൈക്രോ SD-യും SD കാർഡ് സ്ലോട്ടുമുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം, SD കാർഡ് ഇട്ട് വേണമെങ്കിൽ ഡെക്സ് ഉപയോഗിക്കുമ്പോൾ ഡാറ്റ ഫോണിൽ നിന്ന് അതിൽ സേവ് ചെയ്യുകയോ ഫയലുകൾ ബാക്കപ്പ് എടുക്കുകയോ ചെയ്യാമെന്നുള്ളതാണ്. ഇതിനേക്കാളും വില കൂടിയ സ്റ്റാൻഡോട് കൂടിയ USB ഹബ്ബുകളൊക്കെ മാർക്കറ്റിലുണ്ട്. ഇത് ആങ്കറിന്റെ 551 എന്ന 8-in-1 ഹബ്ബാണ്. ഡെക്സിന്റെ വലിയ സ്ക്രീൻ സപ്പോർട്ടും മൗസും കീബോർഡും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കിടിലം വർക്ക് മെഷീൻ നമുക്ക് കിട്ടും. നമുക്ക് ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ്സിൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ ഡെക്സിൽ വളരെ എളുപ്പമാണ്. വലിയ സ്ക്രീനിൽ എളുപ്പത്തിൽ വേണമെങ്കിൽ ക്യാൻവയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാം, ഇൻഷർട്ട് പോലത്തെ ആപ്പ് ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഇമെയിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്നതും ഗൂഗിൾ മീറ്റ് വഴി വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ സൂപ്പറാണ്. വീഡിയോ കോൾ വേണമെങ്കിൽ ഫോൺ തിരിച്ചു വെച്ച് ക്വാളിറ്റിയുള്ള ബാക്ക് ക്യാമറയും നമുക്ക് ഉപയോഗിക്കാം. ഡെക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മൊബൈൽ ഗെയിമുകൾ ഫുൾ സ്ക്രീനിൽ കളിക്കാവുന്നതാണ്. എല്ലാ ഗെയിമും നമുക്ക് ഫുൾ സ്ക്രീൻ കളിക്കാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള സപ്പോർട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് ഗെയിമുകൾ മാത്രമേ മൗസും കീബോർഡും ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഗെയിമുകൾക്ക് ഗെയിം കൺട്രോളറൊക്കെ വേണം. ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന ഈ ഗെയിം വലിയ സ്ക്രീനിൽ കളിക്കാൻ നല്ല രസമാണ്. ഇതിന് മൗസ് മാത്രം മതി. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കളിക്കുന്ന ഗെയിമുകളൊക്കെ ഡെക്സിൽ സൂപ്പറായിട്ട് ഓടും. മൗസും കീബോർഡും ഉപയോഗിച്ച് കളിക്കാവുന്ന ഒരു അടിപൊളി ഗെയിമാണ് ടെറാറിയ. ഇത് 720p റെസൊല്യൂഷനിൽ കളിക്കാനാണ് രസം. നമ്മുടെ കയ്യിൽ PlayStation, Xbox കൺട്രോളർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെക്സിൽ ഉപയോഗിക്കാം. ഇത് PS5 കൺട്രോളറാണ്. ഇത് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ S22ൽ ബ്ലൂടൂത്ത് പെയർ ചെയ്ത് ഗെയിമിൽ ഉപയോഗിക്കാം. പുതിയ ഗെയിമുകൾക്ക് പലതിൽ ഇതുപോലത്തെ കൺട്രോളർ തന്നെ വേണം. കോൾ ഓഫ് ഡ്യൂട്ടി മൾട്ടിപ്ലെയർ ഒക്കെ ഡെക്സിൽ കളിക്കാൻ വളരെ രസകരമാണ്. ശരിക്കും ഒരു PC ഗെയിം കളിക്കുന്ന പോലെ തോന്നും. പഴയ PlayStation, PSP ഗെയിമുകളൊക്കെ എമുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കളിക്കാം. GeForce Now എന്ന ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് ഇന്ത്യയിൽ 2025 തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അത് വന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കിടിലൻ PC ഗെയിമുകളൊക്കെ നമുക്ക് സ്ട്രീം ചെയ്ത് ഇതിൽ കളിക്കാൻ പറ്റും. ആകെ വേണ്ടത് നല്ല സ്പീഡുള്ള വൈഫൈ മാത്രം.
പിന്നെ ഇതിൻ്റെ ഒരു ഗുണം യാത്രകൾ പോകുമ്പോൾ വില കൂടിയ ലാപ്ടോപ്പ് കൂടെ കൊണ്ടുപോകേണ്ട എന്നുള്ളതാണ്. ഒരു USB ഹബും ഇതുപോലത്തെ ഒരു ഫോൾഡ് ചെയ്യാവുന്ന ഒരു ചെറിയ കീബോർഡും കയ്യിൽ കരുതിയാൽ മതി. ഹോട്ടലിലെ വലിയ ടിവിയിലൊക്കെ നമുക്ക് ഇരുന്ന് ജോലി ചെയ്യാം. മിറാകാസ്റ്റ് സപ്പോർട്ടുള്ള TV ആണെങ്കിൽ HDMI വേണ്ട, ടിവിയും മൊബൈലും ഒരേ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് വയർലെസ് ആയി നമുക്ക് ഡെക്സ് ഉപയോഗിക്കാം. നല്ല പെർഫോമൻസിന് സ്പീഡുള്ള 5 GHz വൈഫൈ തന്നെ വേണം. ഒരു എക്സ്റ്റേണൽ മോണിറ്റർ മാത്രമല്ല, നമ്മുടെ ലാപ്ടോപ്പിലും വേണമെങ്കിൽ ഡെക്സ് ഉപയോഗിക്കാം. അതിന് ഡെക്സിന്റെ വിൻഡോസ് ആപ്ലിക്കേഷൻ സാംസങ് സൈറ്റിൽ നിന്ന് ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് റൺ ചെയ്യുക. ലാപ്ടോപ്പും മൊബൈലും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ സ്പീഡിന് 5 GHz വൈഫൈ ആണ് ബെസ്റ്റ്. എന്നിട്ട് മൊബൈലിൽ ഡെക്സ് ഓൺ ചെയ്ത് വയർലെസ് ഓപ്ഷൻ എടുക്കും. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് അതിന്റെ ലിസ്റ്റിൽ വരും. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുമ്പോൾ ഡെക്സ് സ്ക്രീൻ ലാപ്ടോപ്പ് മോണിറ്ററിൽ വരും. ലാപ്ടോപ്പിന്റെ കീബോർഡും ടച്ച് പാഡും ഒക്കെ നമുക്ക് ഇപ്പോൾ ഈ ഡെക്സിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്ത് ഒരു സ്ക്രീനിൽ ഡെക്സും മറ്റേ സ്ക്രീനിൽ ലാപ്ടോപ്പ് വിൻഡോസും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ മൊബൈൽ ഉൾപ്പെടെ നമുക്ക് മൊത്തം 3 സ്ക്രീൻ കിട്ടും. ശ്രദ്ധിക്കുക, നിങ്ങൾ ഡെക്സിൽ എന്ത് ചെയ്താലും അത് ഓടുന്നത് മൊബൈലിലാണ്, ലാപ്ടോപ്പ് അതിൻ്റെ സ്ക്രീൻ ഇൻപുട്ടും മാത്രം. സങ്കടകരമായ ഒരു കാര്യം, 2025 തൊട്ട് ഈ ഡെക്സ് വിൻഡോസ് ആപ്ലിക്കേഷൻ സാംസങ് One UI 7 തൊട്ട് സപ്പോർട്ട് ചെയ്യില്ല എന്നതാണ്. എന്നാൽ മോണിറ്ററിൽ കണക്ട് ചെയ്യുന്ന ഡെക്സ് ഇനിയും വർക്ക് ചെയ്യും. ഡെക്സ് ഒരു വളരെ ഉപകാരപ്രദമായ ടെക്നോളജിയാണ്. നമ്മുടെ ജോലിയെല്ലാം ചെയ്യാൻ ഒരു ചെറിയ മൊബൈൽ മാത്രം മതി. അത് ബൂട്ട് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. പിന്നെ നമ്മുടെ എല്ലാ ഡാറ്റയും, അത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ആയാലും നമുക്ക് കിട്ടുന്ന OTP ആയാലും ഒക്കെ ഈ ഫോണിൽ തന്നെ ഉണ്ടല്ലോ.